വിമർശനങ്ങളുടെ നാൾവഴികളിൽ ഏറെ കേൾക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. അതേപോലെ ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഈ ഖുർആനിൻ്റെ മുന്നിലോ പിന്നിലോ യാതൊരു നിരർത്ഥകതയുമില്ല എന്നൊക്കെ തുടങ്ങി ഹക്കായ നിലക്ക് ഇതിനെ അവതരിപ്പിച്ചു എന്നൊക്കെ അതിൻ്റെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ അതിൻ്റെ പ്രാമാണികതയും ഉണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹദീസിനെ സംബന്ധിച്ചോളം ഹദീസുകൾക്ക് എന്തൊരു സുരക്ഷയാണുള്ളത് എന്നുള്ള ഒരു വിഷയം പൊതുവെ സംസാരിക്കാറുണ്ട്. എന്താണ് അതിന് നമുക്ക് മറുപടി നൽകുവാനുള്ളത്? ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഉത്തരങ്ങൾ ഇരുന്ന് പറയാൻ നല്ലതാണ് സംഘാടകരുടെ അഭിപ്രായം. മറ്റേ വൈകുന്നേരം വരെ നിങ്ങൾ ഇരിക്കും, ഞങ്ങൾ നിൽക്കും ചെയ്യും. അതൊരു നീതിയാവില്ല എന്നുകൊണ്ട് ഒന്നുകിൽ എല്ലാവരും ഇരിക്കുക അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുക. ഞാൻ തുടങ്ങി വെക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഷബീസലായി അതിലേക്ക് ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹദീസ് സംരക്ഷിക്കുമെന്ന് അങ്ങനെ പ്രത്യേകമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഖുർആൻ സംരക്ഷിക്കും എന്നല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ദിക്ർ അവതരിപ്പിച്ചത്, ആ ദിക്ർ നാം സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് പ്രയോഗം. അപ്പോൾ ആ ദിക്ർ ഖുർആനാണ് എന്ന് ഇത്തരം ആൾക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇപ്പോൾ ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെ കേവലം ടെക്സ്റ്റ് മാത്രം സംരക്ഷിക്കുക എന്നാണോ? അതുമല്ല. ദിക്റിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഖുർആൻ തന്നെയാണ്. എന്നാൽ ഖുർആൻ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കാൻ എന്തെല്ലാം സംരക്ഷിക്കപ്പെടണമോ അതെല്ലാം സംരക്ഷിക്കപ്പെടും. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണത്. ഒരു കാര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം സംരക്ഷിക്കണം, അപ്പോഴാണ് അത് പൂർത്തിയാവുക. അപ്പോൾ ഈ ആയത്ത് കൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നതിന് തെളിവാണത്. അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ ടെക്സ്റ്റ് സംരക്ഷിക്കപ്പെടും, അതിന് അർത്ഥങ്ങൾ സംരക്ഷിക്കപ്പെടും, ഖുർആൻ പഠിച്ച ആളുകൾ ഇവിടെ ബാക്കിയാകും. അതൊക്കെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ഹഫിൻ്റെയും കോപ്പികൾ നശിപ്പിക്കപ്പെട്ടാലും ഖുർആൻ ഇല്ലാതായി പോകില്ല. ഹാഫിദുമാരുണ്ടാകും. ഹാഫിദുമാരുണ്ടാകണമെങ്കിൽ ഹിഫ്ദ് സംവിധാനം ഉണ്ടാകണം. ഹിഫ്ദ് കോളേജുകളോ അല്ലെങ്കിൽ ഹിഫ്ദ് പഠിപ്പിക്കുന്ന സംവിധാനങ്ങളോ എന്ത് സംവിധാനമാണെങ്കിലും അത് നിലനിൽക്കണം. ലക്ഷക്കണക്കായ ഹാഫിദുമാർ ലോകത്തെ എല്ലാ തലമുറയിലുമുണ്ട്. അത് ആ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. എന്നതുപോലെ തന്നെ അറബി ഭാഷ സംരക്ഷിക്കപ്പെടും, ഇതിൻ്റെ ഭാഗമാണ്. ഖിയാമത്ത് വരെ അറബി ഭാഷ ലോകത്ത് നശിക്കുകയില്ല. തെളിവെന്താണ്? ഈ ആയത്താണ്. ഖുർആൻ സംരക്ഷിക്കണമെങ്കിൽ അറബി ഭാഷ സംരക്ഷിക്കപ്പെടണം. അല്ലാണ്ട് അറബി ഭാഷ മൊത്തം ഇല്ലാതായി ഖുർആൻ മാത്രം ബാക്കിയാവുക എന്നൊന്നും ഉണ്ടാവില്ല, അത് സാധ്യമല്ല. എന്നതുപോലെ തന്നെ ഖുർആൻ സംരക്ഷിക്കണമെങ്കിൽ അനിവാര്യമായി സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് ഹദീസ് സംരക്ഷിക്കപ്പെടുക. ഇനി ഹദീസ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളെല്ലാം സംരക്ഷിക്കപ്പെടണം. അല്ലാതെ ഖുർആനെയും ഹദീസിനെയും ആ ടെക്സ്റ്റ് മാത്രം, അതിൻ്റെ ആ വചനങ്ങൾ മാത്രം അതേപടി ഇവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യുക എന്നല്ല അതിനർത്ഥം. അതുകൊണ്ട് ഈ ആയത്ത് തന്നെയാണ് തെളിവ്. ഖുർആനും ഹദീസും അറബി ഭാഷയും അനുബന്ധമായ കാര്യങ്ങൾക്കും എല്ലാം സംരക്ഷണം കിട്ടുമ്പോഴാണ് വിശുദ്ധ ഖുർആന് സംരക്ഷണം ഉണ്ടാവുക എന്നതാണ് വ്യക്തമാകുന്നത്. അത് ലോകത്തുണ്ടായിട്ടുമുണ്ട്. ലോകത്ത് ഏതൊക്കെ കാലത്ത് ഇസ്ലാമികമായ എന്തൊക്കെ വശങ്ങളിൽ വിമർശനങ്ങളും അതിനെ തകർക്കാൻ ശ്രമങ്ങളും ഉണ്ടായോ അവിടെയെല്ലാം അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായി. വ്യാജമായി ധാരാളം ഹദീസുകൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടമാനം ഹദീസ് ഉണ്ടാക്കി വിട്ടാൽ ഹദീസിൻ്റെ ഗതി എന്താകും? അതവർ കൊടുത്ത മറുപടി തഈശുലഹ അൽ ജഹാബിദ. അതിനുവേണ്ടി തന്നെയാണ് അഗ്രഗണ്യരായ പണ്ഡിതന്മാർ ജീവിക്കുന്നതാണ്. അല്ലാഹ് അവരിലൂടെയാണ് സംരക്ഷിച്ചത്. ഖുർആൻ സംരക്ഷിച്ചത്, ഹദീസ് സംരക്ഷിച്ചത് എല്ലാം ദീനു പഠിപ്പിക്കുന്ന ആളുകൾ മുഖേനയാണ് സംരക്ഷിക്കപ്പെട്ടത്. അല്ലാതെ കോപ്പി ഇങ്ങനെ കാലാകാലം 1,00,000 മുസ്ഹഫിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതൊക്കെ കത്തിച്ച് കളഞ്ഞാലും 1-2 കോപ്പി ഇങ്ങനെ കത്തിക്കാതെ ഇവിടെ ബാക്കിയാകും, അത് തീ കൊടുത്താലും അത് കത്തുകയില്ല എന്നല്ല ആ സംരക്ഷണം. അത് നിലനിർത്താൻ എന്തെല്ലാം വേണമോ അതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഹദീസ് സംരക്ഷിക്കണം. ഹദീസ് ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഖുർആൻ ഒരു മേൽക്കുരയാണെങ്കിൽ അതിലേക്കുള്ള കോണിയാണ് ഹദീസ്. മേലേക്ക് കയറണമല്ലോ, മേലത്തെ ഫ്ലോർ ഉണ്ടായപ്പോൾ ആ ഫ്ലോറിലേക്ക് കയറാൻ ഒരു കോണി വേണം. ആ കോണി ഹദീസ് ഇല്ലെങ്കിൽ മേലെ കയറാൻ കഴിയില്ല. ഇമാം മാലിക് പറഞ്ഞു, അസ്സുന്നത്തു സിഫ്നത്തു നൂഹിൻ, നൂഹ് നബിയുടെ കപ്പലാണ് ഹദീസ്. നൂഹ് നബിയുടെ കപ്പലിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ കപ്പലും പോലെയല്ല. നൂഹ് നബിയുടെ കപ്പലിൽ കയറാനുള്ള യോഗ്യത തൗഹീദ് ഉണ്ടാവുക എന്നാണ്. നൂഹ് നബിയെ വിശ്വസിക്കുക, തൗഹീദ് ഉള്ളവനാവുക, എങ്കിലേ കയറാൻ പറ്റുള്ളൂ. തൗഹീദ് ഉണ്ട് പക്ഷെ കപ്പലിൽ കയറൂല എന്ന് പറഞ്ഞാലോ നശിക്കുകയും ചെയ്യും. തൗഹീദ് ഉണ്ടാകണം കയറാൻ, തൗഹീദ് ഉണ്ടായാൽ പോരാ, കയറുകയും വേണം. ഇതാണ് ഹദീസിൻ്റെ പ്രത്യേകത എന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. അപ്പോൾ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഖുർആൻ സ്വീകരിക്കണം, ഖുർആൻ സ്വീകരിക്കണമെങ്കിലോ ഹദീസ് സ്വീകരിക്കും വേണം. ഖുർആൻ എടുക്കാം ഹദീസ് എടുക്കൂല എന്ന് പറഞ്ഞാൽ തൗഹീദ് സ്വീകരിക്കാൻ കപ്പലിക്ക് കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ ഹദീസ് എടുക്കാൻ ഖുർആൻ വേണ്ട എന്ന് പറഞ്ഞാൽ കപ്പലിൽ കയറിക്കോളാം, തൗഹീദ് ഞാൻ സ്വീകരിക്കൂല, അത് പറ്റില്ല. രണ്ടും ഒന്നിച്ചുണ്ടാവുള്ളൂ. ഇതാണ് അസ്സുന്നത്തു സിഫ്നത്തു നൂഹിൻ. സുന്നത്ത് എന്നാൽ നൂഹ് നബിയുടെ കപ്പലാണ്. മൻ റകിബഹ ഫഖദ് നജാ വമൻ തഖല്ലഫ അൻഹാ ഫഖദ് ഹലക്. ആരാണോ കയറിയത് അവൻ രക്ഷപ്പെടും, ആരാണോ മാറിഞ്ഞത് അവൻ നശിച്ചു തന്നെ എന്നാണ് ഇമാം മാലിക്കിൻ്റെ വചനം. മാത്രമേ ഇമാം ഷാഫിക്ക് വിശുദ്ധ ഖുർആനിൽ ഇമാം ഷാഫിയുടെ കിതാബുൽ റിസാലയിൽ എത്ര സംഭവങ്ങൾ നൽകിയെന്നറിയോ? ഹദീസുമായി ബന്ധപ്പെട്ട് പിറകോട്ട് പോയ ആളുകൾക്ക് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിസ്കാരത്തിൻ്റെ റക്അത്ത്, നിസ്കാരത്തിൻ്റെ എണ്ണങ്ങൾ, നിസ്കാരത്തിൻ്റെ പേരുകൾ, ഇതൊക്കെ ഇവിടുന്ന് കിട്ടി. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞു, അതല്ല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിസ്കാരം സംരക്ഷിക്കപ്പെടണ്ടേ? പക്ഷേ ഏതൊക്കെ നിസ്കാരം, ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി, ഈ പേരൊന്നും ഖുർആനില്ല. ഇതൊക്കെ വന്ന ഹദീസിലാണ്. നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു, അതേ വിശദാംശങ്ങൾ ഹദീസിലാണ്. സക്കാത്ത് നൽകണമെന്ന് പറഞ്ഞു, ഏതിനെല്ലാം നൽകണം, എത്ര നൽകണം, എപ്പോൾ നൽകണം, അതൊന്നും ഖുർആനില്ല, ഹദീസിലാവുന്നത്. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നബിതങ്ങൾ ചെയ്ത് കാണിച്ചതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാം നിക്കാഹ്, തൊലാഖ് മുതൽ എല്ലാ രംഗവും നിക്കാഹ് ചെയ്യണം, വിവാഹം ചെയ്ത് കൊടുക്കാൻ ഖുർആനിലുണ്ട്. പക്ഷെ ആര് വിവാഹം ചെയ്യണം, ആർക്ക് വിവാഹം ചെയ്യണം, എങ്ങനെ വിവാഹം ചെയ്ത് കൊടുക്കുക, എന്താണ് നിക്കാഹിൻ്റെ രീതികൾ, ഹദീസിലാണ് വന്നത്. ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് എന്ത് ചെയ്യണം, ഹദീസിലാണ് വന്നത്. മയ്യത്ത് കുളിപ്പിക്കരുത്, കഫൻ ചെയ്യരുത്, നിസ്കരിക്കരുത്, മറമാടരുത്, ഒന്നും ഖുർആനില്ല, അതൊക്കെ ഹദീസിലാണ് വന്നത്. ഇങ്ങനെ തുടങ്ങി എല്ലാ വശങ്ങളും പൂർത്തിയാകുന്നത് രണ്ടും ചേർത്ത് വെക്കുമ്പോഴാണ്. ഖുർആൻ മാറ്റിവെച്ചാൽ ഹദീസ് സ്വീകരിക്കാൻ കഴിയില്ല, ഹദീസ് മാറ്റിവെച്ചാൽ ഖുർആനും സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അനുബന്ധമായ വിജ്ഞാന ശാഖകളും അറബി ഭാഷയും അടക്കം എല്ലാം സംരക്ഷിക്കപ്പെടും. അതാണ് ഖുർആൻ സുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അഅലം.